വ്യാജ പോക്സോ കേസ്. ഇത് സംഭവിച്ചത് നമ്മുടെ അച്ഛനോ സഹോദരനോ മകനോ സുഹൃത്തിനോ ആയിരുന്നെങ്കിലോ 4.5 വർഷത്തിന് ശേഷം ഈ മനുഷ്യനെ, ഈ കുടുംബനാഥനെ, ഈ വീടും കുടുംബവും ഒക്കെയുള്ള മനുഷ്യനെ കോടതി വെറുതെ വിട്ടു. ഇയാൾ 80 ദിവസത്തിലധികം ജയിലിൽ കിടന്നിരുന്നു. ഇത്രയും വർഷം നിയമ പോരാട്ടം നടത്തി. അവസാനം കോടതി അത് തെറ്റായ കേസാണ്, വ്യാജ കേസാണ് എന്ന് കണ്ട് വെറുതെ വിടുകയുണ്ടായി. ഇതുപോലെ എത്രയോ മനുഷ്യരാണുള്ളത്. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. സ്വത്ത് തർക്കവും കുടുംബ തർക്കവും മാർക്കിന്റെ തർക്കവും ഒക്കെ വെച്ച് പല ആൾക്കാരും അങ്ങനെ വ്യാജ കേസ് കൊടുക്കുകയാണ്. എന്നിട്ട് പോക്സോ പോലെ അതിശക്തമായ ഒരു വകുപ്പിടുമ്പോൾ പുരുഷന്മാരുടെ ജീവിതം ഇല്ലാതാകുക. മനോരമ അടക്കമുള്ള എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ചെന്നൈയിലാണ്. ഞാൻ എന്തായാലും കോഴിക്കോടാണ് ഇത് സംഭവിച്ചത്. ഞാൻ ഇദ്ദേഹത്തിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും ആ വാർത്തയൊന്ന് കാണാം. 10 വയസ്സുകാരി തുടർച്ചയായി പീഡനത്തിനിരയായി എന്നായിരുന്നു കോഴിക്കോട് ബാലുശ്ശേരി കോടതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. അവസാനം വൈദ്യപരിശോധനയിൽ ലൈംഗിക പീഡനം നടന്നുവെന്ന് യാതൊരു തെളിവുമില്ല എന്ന് കണ്ടെത്തി. അങ്ങനെ യാതൊരു വിധ തെളിവുമില്ല. അദ്ദേഹത്തെ വെറുതെ വിട്ടു. നമുക്ക് ആ വാർത്ത വിശദമായിട്ടൊന്ന് കേൾക്കാം. എന്നിട്ട് ഇത് നാളെ നമുക്ക് സംഭവിച്ചാൽ എന്തു പറ്റും എന്നുകൂടി ചിന്തിക്കാം. എന്നാൽ മാത്രമേ ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. കാരണം വേറൊരാൾക്ക് സംഭവിക്കുമ്പോൾ അത് വാർത്ത മാത്രമാണ്. നമുക്ക് സംഭവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ദുരന്തമാകുന്നത്. വ്യാജ പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട കുടുംബനാഥനെ കോടതി വെറുതെ വിട്ടു. 10 വയസ്സുകാരി തുടർച്ചയായി പീഡനത്തിനിരയാക്കിയെന്ന കോഴിക്കോട് ബാലുശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ കുടുംബനാഥനെയാണ് കൊയിലാണ്ടി കോടതി വെറുതെ വിട്ടത്. വൈദ്യപരിശോധനയിൽ ലൈംഗിക പീഡനം നടന്നുവെന്ന് കണ്ടെത്താനാവാത്തതിനെ തുടർന്നാണ് കോടതി നടപടി. പലതും ചെയ്യുന്നില്ലേ, കൊല്ലുന്നവര് കൊല്ലുന്നവര്. 2022 മാർച്ച് 31 മമ്മദിനെ ബാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. തൊട്ടടുത്ത വീട്ടിലെ 10 വയസ്സുകാരിയെ തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു കേസ്. 82 ദിവസം ജയിലിൽ കിടന്നു. പിന്നീട് ജാമ്യം കിട്ടിയെങ്കിലും സ്വന്തം വീട്ടിൽ പോകാനായില്ല. ഈ കേസിൽ ഞാൻ കോടതിനെ വിട്ടിട്ട് ഞാൻ വിചാരിക്കാം, എന്താ ശരി, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും എന്തേ പറയുന്നതല്ലല്ലോ ഉണ്ടാവും. അങ്ങോട്ട് പോയാലുള്ളതില്ല. നമുക്ക് കെട്ടു ഹെൽമെറ്റ് വെക്കും, ഇരോടെയും പോകും. അതെ, ഞാൻ പഞ്ചായത്ത് അങ്ങോട്ട് പോകില്ല. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴി തന്നെ വിശ്വസനീയമല്ലെന്ന് കണ്ടെത്തിയാണ് കേസ് തള്ളിയത്. മുത്തശ്ശി എഴുതി കൊടുത്ത പരാതിയിൽ ഒപ്പിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. മുത്തശ്ശി എഴുതി കൊടുത്ത പരാതിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തത് എന്നാണ് പെൺകുട്ടിയുടെ പരാതി. ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ കുട്ടികളെ വെച്ച് പലപ്പോഴും ദ്രോഹം ചെയ്യിക്കുകയാണ്. ഈ കുട്ടികളെ വെച്ച് പലപ്പോഴും ആൾക്കാരെ കുടുക്കുകയാണ്. വൈദ്യപരിശോധനയിൽ പീഡനം നടന്നുവെന്ന് കണ്ടെത്താനുമായില്ല. പീഡന സമയത്ത് പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് പുരുഷ ബീജം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും നിർണായകമായി. സത്യാവസ്ഥ കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇങ്ങനെ ഇത് സംഭവം ഒന്നുമില്ലാതെ ഇയാളെ കള്ളക്കേസ് പെടുത്തിയാണെന്ന് ബോധ്യപ്പെട്ടതിനടുത്ത് ഒരു ആരോപണം പോലീസിന് തെളിയിക്കാൻ പറ്റില്ല. വെറുതെ ഇങ്ങനെ 4 തരത്തിലുള്ള 4 ആൾക്കാർ പറയാന്നല്ലാതെ സത്യത്തിന്റെ ഒരു കണിക പോലും അതിലില്ല എന്ന് കോടതിക്ക് ഉത്തമ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വെറുതെ വിട്ടത്. പെൺകുട്ടിയുടെ വീട്ടുകാരുമായി അടുപ്പമുള്ള പോലീസുകാരിയാണ് കേസിന് പിന്നിലെന്നാണ് മമ്മദ് ആരോപിക്കുന്നത്. കുട്ടികളുടെ സംരക്ഷണമാണ് പോക്സോ നിയമത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഇത്തരം ചില ദുരുപയോഗങ്ങളുമുണ്ട്. ദുരുപയോഗങ്ങൾ തടഞ്ഞില്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. കൊയിലാണ്ടിയിലെ പോക്സോ കോടതിയിൽ നിന്നും സമീർ പി മുഹമ്മദ്, മനോരമ ന്യൂസ്. സമീറിനും മനോരമയ്ക്കും വലിയ രീതിയിൽ അഭിനന്ദനങ്ങൾ. നമ്മുടെ എല്ലാം വീട്ടിൽ കുട്ടികൾ ഉള്ളതാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിയമങ്ങളുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് മിസ്യൂസ് ചെയ്യുകയാണ്. പലപ്പോഴും കുടുംബ വഴക്ക്, പരസ്പരമുള്ള വിരോധം, നെയ്ബേഴ്സിനോടുള്ള വിരോധം, കാശ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ പോക്സോ അടക്കമുള്ള ഗൗരവമുള്ള വകുപ്പുകൾ ഇടുന്നുണ്ട്. പലപ്പോഴും കുട്ടികളെ പോലും അറിയുന്നില്ല. അവരോട് വെറുതെ ഒപ്പിട്ട് കൊടുക്കാൻ പറയുകയാണ്, അല്ലെങ്കിൽ അവർക്ക് വെറുതെ അവരുടെ ഒരു സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ മാസങ്ങളും വർഷങ്ങളും എടുക്കും ഇതിന്റെ സത്യം തെളിയാൻ. അതുവരെ എന്തായാലും 10, 80 അല്ലെങ്കിൽ 90 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. പോക്സോ ആകുമ്പോൾ യാതൊരു രീതിയിലും റിലാക്സേഷൻ കോടതി ചെയ്യില്ല. അടുത്തിടയ്ക്ക് ഞാൻ ഇതേപോലെ കേസ് ഡീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ആളെയും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ആ സ്ത്രീയുടെ ഭർത്താവിനെ, മകനെ, അവരുടെ സഹോദരനെ, 3 പേരും ഇവരുടെ തന്നെ ഒരു ബന്ധു വ്യാജ പോക്സോ കേസിൽ കുടുക്കിയിരിക്കുകയാണ്. അതായത് അച്ഛനും മോനും അമ്മാവനും കൂടെ ചേർന്ന് വേറെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഇനി അത് കുറെ കൂടി ഇന്റലിജന്റ് ആയിട്ടാണ് ഇവർ പരാതി എഴുതുന്നത്. മറ്റേ ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ദേഹത്തെ സ്വകാര്യ ഭാഗങ്ങളിൽ തൊട്ടു എന്നൊക്കെ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരുമ്പോ
പുരുഷന് യാതൊരു ഡിഫൻസും ഇല്ല. സയന്റിഫിക്കലി തെളിയിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും 13 വയസ്സുള്ള ഒരു പെൺകുട്ടി 10 പേർക്കെതിരെ പരാതി കൊടുത്തത്. ആ പെൺകുട്ടിയുടെ ബുദ്ധിശൂന്യതയും വിവരമില്ലായ്മയും കാരണം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. കാര്യം ശാസ്ത്രീയ പരിശോധന നടത്തി ഇത് കള്ളമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു. നേരെ തിരിച്ച് ആ പെൺകുട്ടി പരാതി കൊടുത്തത് എന്റെ ശരീരഭാഗങ്ങളിൽ തൊട്ടു എന്നാണെങ്കിൽ മാസങ്ങളോളം ഇവർ ജയിലിൽ കിടക്കും. മാസങ്ങളോളം ഈ വ്യക്തികൾ ജയിലിൽ കിടക്കും. പിള്ളേരുടെ സ്കൂളിൽ പോവും, പ്രായമായവര് അപ്പം തന്നെ ജയിലിൽ പോവും. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഇത് ബാക്കിയുള്ളവർക്ക് സംഭവിച്ച വാർത്തയാണ്. ഇത് സംഭവിക്കുന്നത് നമ്മുടെ മകന്, നമ്മുടെ അച്ഛന്, നമ്മുടെ സഹോദരനോ നമുക്കോ ആയിരുന്നെങ്കിലും. എന്തിനാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ? ഇവിടെയാണ് ഡ്യൂ ഡെലിജൻസ് വേണം. നിർബന്ധമായിട്ടും ആണിന്റെയും പെണ്ണിന്റെയും ഐഡന്റിറ്റി ഒരു കാരണവശാലും വെളിയിൽ വിടരുത്. അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ വേണം. അത് ആൾക്കാർക്ക് കോഷൻ ഉണ്ടാക്കും, വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നത് തടയും. ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഈ മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ വേണമെന്ന് പറയുന്നത്. ചിന്തിക്കുക, നാളെ ഇത് നമ്മളാകാം.